ഇന്ന് ദിലീപ് ഏട്ടന് ട്രെയിലർ ലോഞ്ചിന് പറഞ്ഞു ബിബിനും അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനും എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് കിടക്കപ്പുറത്ത് തരില്ല. അപ്പൊ അതൊരു നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ആത്മബന്ധം തുടങ്ങിയത് ശരിക്കും? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ദിലീപേട്ടൻ ഒന്ന് ഫസ്റ്റ് ഫാൻ, അതായത് നമ്മള് മിമിക്രി തുടങ്ങുമ്പോൾ ജയറാമേട്ടൻ, ദിലീപേട്ടൻ അവരൊക്കെ കൺമുമ്പിൽ കലാഭവനില് ഇന്നിവിടെ വന്നെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ കലാഭവനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വരാനുള്ള നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന, നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ആളുകളാണ് സിദ്ദിഖ് ലാൽ സാറ്, ഇവര് ഒക്കെ. പിന്നെ ദിലീപേട്ടൻ്റെ കട്ട ഫാനായിരുന്നു ഞാൻ. പിന്നെ അടുത്ത് വരുമ്പോഴേക്കും കടപ്രതി റോഷൻ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അതിലുപരിയായിട്ട് എനിക്ക് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ ഒരു പടത്തിലെ ഒറ്റ സീനാണ്, ഒരു തല്ലുന്ന സീനാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ത്രൂ ഔട്ട്, മറ്റേതിനു മുമ്പ് രാവ് അഭിനയിച്ചിട്ടുണ്ട്, കേരള ടുഡേക്ക് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്നത് ആ വെൽക്കം ടു സെൻട്രൽ ജയിൽ. ആ സീൻ കണ്ടിട്ടാണ് റാഫി സാർ എന്നെ റോൾ മോഡലില് ഫഹദിന്റെ വില്ലനായിട്ട് വിളിക്കുന്നത്. ആ വില്ലന്റെ ഫൈറ്റ് കണ്ടപ്പോഴാണ് ഈ ബിഞ്ചു കർമ്മ എന്ന് പറഞ്ഞ ഫൈറ്റ് ഒക്കെ കൊള്ളാലോ, എന്നാ ബോംബ് കഥ എന്ന് പറഞ്ഞ ആ കഥ എന്നെ വെച്ച് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ആ നായക ഒരു പടം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോ ദിലീപേട്ടനുള്ള ഇത് ഭയങ്കര കൂടുതലാണ്. പിന്നെ ദിലീപേട്ടന സത്യം പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ കല്യാണമാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ പരിപാടിയാണെങ്കിലും ഇപ്പൊ പെരതാമസമാണെങ്കിലും ഒക്കെ ദിലീപേട്ടൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. എന്നാൽ ഞങ്ങൾ വെറുതെ റെഗുലർലി വിളിക്കുന്ന ആളോ സംസാരിക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല. സിനിമയ്ക്ക് ഒരു നാളെ ഇവര് എനിക്ക് തിരക്ക് തരുമെന്ന് പുള്ളിക്കൂല, നാളെ ഞാൻ പുള്ളിയോട് ഏറ്റിട്ട് ഞങ്ങൾക്കില്ല. അതൊരു വേറൊരു സ്നേഹം കണ്ടു തുടങ്ങി പുള്ളി അത് കാണിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലും പുള്ളിയുടെ അനിയനായിട്ടാണ് കൂടുതൽ സൗഹൃദം, അനൂപേട്ടനായിട്ടാണ് എന്റെ മെയിൻ കൂട്ട്.